ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. ഹോസ്പിറ്റലിലെ മോസ്റ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്നുള്ളത്. നമുക്ക് ക്ലിനിക്കലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഇൻസിഡൻ്റാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് എന്ന് ഹോസ്പിറ്റലിൽ ഇതിൽ പറയും. അതർവൈസ് അതിന് വേറൊരു പേരുണ്ട്, OVR. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദാറ്റ് OVR? ഒക്കറൻസ് വേരിയൻസ് റിപ്പോർട്ട്. ഓക്കെ, സോ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോർമലി ഒരു സിനാരിയോ ബേസിസ് തന്നിട്ട് നിങ്ങൾക്കൊരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിന് ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി സംഭവിച്ചു. ആസ് എ നേഴ്സ് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്നാണ് ചോദ്യം ചോദിക്കുന്നത് നോർമലി. സോ അതിനെങ്ങനെ ആൻസർ പറയുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, ഇഫ് സസ്റ്റൈൻഡ്, ഞാനൊരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഇത് ചെയ്ത് കഴിഞ്ഞാൽ, സസ്റ്റൈൻഡ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, my priority would immediate decontamination followed by institutional report. It is main thing ആണ് ഈ വേർഡ്, immediate decontamination followed by institutional reporting. ഇതിനെ ഇച്ചിരി കൂടെ ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ പിന്നീട് സംസാരിക്കണം. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? 3 സ്റ്റെപ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റിലത്ത് നമുക്ക് മനസ്സിലാകും, ഇഫ് സസ്റ്റൈൻഡ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, മൈ പ്രയോറിറ്റി വുഡ് ബി ഇമ്മീഡിയറ്റ് ഡീകണ്ടാമിനേഷൻ ഫോളോഡ് ബൈ ഇൻസിഡൻറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിപ്പോർട്ട്. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യും. ആ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ചെയ്തത് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യും വിത്ത് സോപ്പ്. ഹാർഷ് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ആൽക്കോഹോൾ സാപ്സ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സ്ക്രബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് റണ്ണിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യും. അത് നമ്മൾ പറയുമ്പം നമ്മുടെ ഫസ്റ്റ് പോയിൻ്റാണിത്. ആദ്യം ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി സംഭവിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ്. മുമ്പ് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ ഫസ്റ്റ് ഐ വുഡ് എൻകറേജ് ദ വൂണ്ട് ടു ബ്ലീഡ് അണ്ടർ വാം റണ്ണിങ് വാട്ടർ. ഫസ്റ്റ് എന്താണെന്ന്? ഐ വുഡ് എൻകറേജ് ദ വൂണ്ട് ടു ബ്ലീഡ് അണ്ടർ വാം റണ്ണിങ് വാട്ടർ ആൻഡ് വാഷ് വിത്ത് thoroughly, അല്ലെങ്കിൽ വാഷ് വിത്ത് സോപ്പ്. ബീങ് കെയർഫുൾ, നോട്ട് സ്ക്രബ് ആൻഡ് നോട്ട് യൂസ് ഫോർ കെമിക്കൽസ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. സോ ഞാൻ ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് പോയിന്റും കൂടെ ഒന്നുകൂടെ ഞാൻ പറയാം. ഇഫ് സസ്റ്റൈൻഡ് എ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, മൈ പ്രയോറിറ്റി വുഡ് ബി ഇമ്മീഡിയറ്റ് ഡീകണ്ടാമിനേഷൻ followed by institutional reporting. First, I would encourage the wound to bleed. എന്താണ് ചെയ്യുന്നത്? Under warm water, warm running water, and wash it thoroughly with the soap, being carefully not scrub and use chemicals. Next, this is a second point. സെക്കൻഡ് പോയിന്റ് എന്താണ്? നമ്മൾ സൂപ്പർവൈസറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻചാർജസിനെ ഇൻഫോം ചെയ്യും. ഇപ്പോൾ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം ഇത് സ്പ്രിക്കിംഗ് ഫ്രം ദറ്റ് എന്തെങ്കിലും ഇപ്പോൾ പേഷ്യൻ്റ് ഇഞ്ചെക്റ്റ് ചെയ്ത ബ്ലീഡ് റീക്യാപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇഞ്ചുറി സംഭവിച്ചതെങ്കിൽ ആ പേഷ്യൻസിന് HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B or C ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സോ നെക്സ്റ്റ് പോയിന്റ് അപ്പോൾ എന്തായിരിക്കും? സെക്കൻഡ്, I would immediately notify in charge or supervisor. Second, I would immediately notify my in charge or supervisor and identify the source patient to check their medical history of if HIV or hepatitis
B and C. Okay, so നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചു, സെക്കൻഡ് സ്റ്റെപ്പ് പഠിച്ചു. സോ നമുക്കത് ഫസ്റ്റും സെക്കൻഡും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. If sustained needle stick injury, my priority would be immediate decontamination followed by institutional reporting. First, I would encourage the wound to bleed under warm running water, and wash thoroughly with soap, being carefully not scrub and chemicals, harsh chemicals. Okay, second point, I would immediately notify my charge nurse or supervisor and identify the source of the patient to check their medical history of HIV, hepatitis B and C. Third point, so third ആണ് നമ്മുടെ ഇൻസിഡൻറ്റ് റിപ്പോർട്ട്. ഇൻസിഡൻറ്റ് റിപ്പോർട്ട്സ് നമ്മൾ എഴുതും. അത് നമുക്കൊരു ഫോം നമ്മുടെ ഹോസ്പിറ്റൽ ബേസ്ഡ് ഫോംസ് കാണും. അതിൽ നമ്മൾ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് എന്താ റീസൺ എന്നുള്ളത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിന് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അത് ഫില്ല് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കണം. സോ തേർഡ്, ദാറ്റ് ഈസ് OVR എന്ന് പറയും, ഒക്കറൻസ് വേരിയൻസ് റിപ്പോർട്ട്. ഈ വേർഡ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പോയിന്റ് വൈസ് നിങ്ങൾക്ക് നല്ലത്. തേർഡ്, ഐ വുഡ് ഫയൽ ഓൺ OVR. See, OVR, maybe they will ask what is the OVR, that you will set occurrence variance report. Otherwise you can say occurrence variance report. So third, I would file on occurrence variance report or incident report to the employee health clinic or ER within the golden hour. The third point important ആണ് golden hour. What is the golden hour? നമ്മൾക്ക് എന്തെങ്കിലും ഈ ഇൻസിഡൻറ്റ് സംഭവിച്ച ഫസ്റ്റ് 2 hours നടക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് 1 to 2 hours എന്ന് പറയുന്നത്. അതാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഗോൾഡൻ അവേഴ്സ്. ഇമ്പോർട്ടൻ്റ് അവറാണ്. നമ്മൾ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് നമുക്കിപ്പോൾ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി സംഭവിച്ചു, അതിന് ശേഷം വിത്തിൻ 2 hours നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം, ഈ പറഞ്ഞതെല്ലാം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ തേർഡ് വൺ, ഐ വുഡ് ഫയൽ ആൻ occurrence variance report and report to the employee health clinic or ER within golden hour to being post exposure prophylaxis. What is the post exposure prophylaxis? That is PP. If necessary ആയിട്ട് നമുക്ക് PP യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. എന്താണ് PP എന്നുള്ളത് അറിയാമല്ലോ. ഓക്കെ, ഫൈനലി ലാസ്റ്റ് ആൻഡ് ഐ ബിലീവ് ഇൻ പ്രൈമറി പ്രിവെൻഷൻ. നമ്മളിതൊരു ഇൻ്റർവ്യൂവിൻ്റെ ആൻസറായിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു നീഡിൽ സ്റ്റിക്ക് ഇൻജുറിയുടെ പ്രൊസീജിയർ പറയുന്ന രീതി പറയുമ്പോൾ നമ്മളതിനെ കൺക്ലൂഷൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്തു, ദെൻ സ്റ്റെപ്സ് പറഞ്ഞു, ദെൻ നമ്മൾ ഫൈനലി ഐ ബിലീവ് ഇൻ പ്രൈമറി പ്രിവെൻഷൻ. സോ ഓൾവേസ് എൻഷുർ ഷാർപ്പ് contains are disposed when 70% full and strictly follow the no recapping policy to maintain safe environment. Next we will conclusion നമ്മൾ prevention ആണ് പറയേണ്ടത്. Okay then കാരണം ഇത് നമ്മൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി ഷാർപ്പ് കണ്ടെയ്നറിൽ നമുക്കുണ്ടാവും വൈറ്റ് ബോക്സസ്, അല്ലെങ്കിൽ ഷാർപ്പ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലുകളിൽ അതിന് സെപ്പറേറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. നീഡിൽ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചു. ചിലയിടത്ത് ബേൺ ചെയ്യുന്നുണ്ട്, ചിലയിടത്ത് ആ നീഡിൽ റീക്യാപ്പ് ചെയ്യാതെ തന്നെ ആ നീഡിൽ ഈ കണ്ടെയ്നറിൽ നമ്മൾ കളയും. അത് 70% ഇതാകുമ്പോഴത്തേക്ക് ഡിസ്കാർഡ് ചെയ്യും. അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളും സെപ്പറേറ്റ് ഉണ്ട്. അത് നമുക്ക് പിന്നെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ആണ്. സോ ഞാൻ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയാം.
First, if sustained a needle stick injury, my priority would be immediate decontamination followed by institutional reporting. First, I would encourage the wound to bleed under warm running water and wash thoroughly with soap. Being careful not scrub or use harsh chemicals. Second, I would immediately notify charge nurses or supervisor and identify the source of the patient to check their medical history of HIV or hepatitis B and C. Third, I would file on occurrence variance report or OVR, or otherwise is incident report, to the employee health clinic or ER within the golden hour to being post-exposure prophylaxis necessary. Finally, I believe in primarily prevention. So, I always ensure sharp containers are disposed of 70% full, and I strictly follow no recapping policy to maintain safe environment. Okay? അപ്പോൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.